ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബനാന സ്വീറ്റ് ബോളാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്തിട്ടുള്ളതായ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിവിടെ ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം മിൽമ നെയ്യ് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അപ്പം എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എന്നാണ്. ഞാനിപ്പോൾ ഇതിലൊന്നും ചേർക്കുന്നില്ല. ഞാൻ പഴം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്നാക്കിലേക്ക് കൂടുതലും തേങ്ങ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്രത്തോളം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റും കൂടും. അപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ടാവും. ഇതിലിപ്പോൾ തേങ്ങ ഇതെല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി 1/2 കപ്പ് തേങ്ങ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്നെല്ലാം കൂടി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ ഓരോന്നും ബോൾസാക്കി എടുക്കുക. ഓരോന്നും ചെറിയ ബോൾസാക്കി എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തേങ്ങയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഓരോ ബോൾസും തേങ്ങയിലൊന്ന് ഡിപ്പ് ചെയ്ത് വേണം വെക്കാൻ. ഇതിന് ഫ്രൈ ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എപ്പം പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്